ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബിലത്തെ വരുമാനം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കണത്. അപ്പം അച്ഛനമ്മയും പറയും. അപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം അച്ഛനമ്മയും പറയൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പൊടിമോള് പറഞ്ഞ പോലെ പിന്നെ നിങ്ങൾ തമ്പിലയിൽ കണ്ട പോലെ ഞങ്ങളുടെ യൂട്യൂബ് വരുമാനം ഇതൊരിടയ്ക്ക് ആരും പറയാറില്ല. പറയണ ആൾക്കാർ കറക്റ്റായിട്ടും പറയില്ല. അപ്പോൾ ഞങ്ങൾക്കിത് പറയേണ്ട ഒരു സാഹചര്യം ആയി തുടങ്ങി. ഇതൊക്കെ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്ന കമൻറ്റുകൾ ഇന്നിപ്പോൾ ഒരു കമൻറ്റ് വന്നു കേട്ടോ. അത് അവർക്ക് അറിയാണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബറും ഇത്രയും വ്യൂസ് ഉണ്ടായിട്ട് നിങ്ങൾ വേറെ വീടുണ്ട്, എന്നിട്ട് നിങ്ങൾ വ്യൂസ് കിട്ടാനും ഇതിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീട്ടിൽ തന്നെ നിൽക്കാന്നുള്ളൊരു കമന്റ് വന്നത് അങ്ങനെ പറഞ്ഞ കമന്റ് വന്നത്. പക്ഷെ അത് വായിച്ചപ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്രയും കാശ് കിട്ടിയിട്ട് നിങ്ങൾ ഈ വീട്ടിൽ തന്നെ കഴിയണം. അത് നിങ്ങളെ ലൈക്കും റീച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയണേ. നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെ വിചാരം ഞങ്ങൾക്ക് 1.5 ലക്ഷം കിട്ടുന്നുണ്ട്, 2 ലക്ഷം കിട്ടുന്നുണ്ടെന്ന് വിചാരം. പിന്നത്തെ പ്രശ്നം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആനുകൂല്യങ്ങൾ, ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ഈ യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ള സ്ഥിതിയിലും കുറേയൊക്കെ തെന്നി മാറിപ്പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വിചാരിച്ചിട്ടുള്ളത് വെറും തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ അത് ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ മേസ്തിരി പണിയാണ്. അപ്പോൾ നമ്മൾ പണിക്ക് പോയി വന്നിട്ട് ഉച്ചയ്ക്ക് ചോറിനാന്ന് വരുമ്പോഴും വൈകിട്ട് പണി കഴിഞ്ഞ് വന്നിട്ട് അല്ലെ പിന്നെ രാത്രി നമ്മൾ 10 മണിക്കും 11 മണിക്കൊക്കെ വീഡിയോകൾ എടുക്കുക. അതാണ് ഫുൾ ടൈം വീടിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ആകെ 2 സെൻറ്റ് സ്ഥലമുള്ള ചെറിയൊരു വീടാണ്. പണ്ട് കാലത്ത് നമുക്ക് 38,000 കിട്ടിയപ്പോൾ പണത്തിലുള്ള വീടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുമ്പോൾ എല്ലാതും വ്യക്തമായിട്ട് പറയണമല്ലോ. അപ്പോൾ സത്യത്തിൽ ലക്ഷങ്ങളൊക്കെ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ വലിയ യൂട്യൂബർമാർ കണ്ടിട്ടില്ലേ, ഈ ഫിറോസിക്ക, ഈ M4Tech, പിന്നെ കാൽബ്രോ ബിജി ചേട്ടൻ, ഇവരൊക്കെ ചെയ്യണ പോലെ ലോങ് വീഡിയോ ചെയ്യണം. ലോങ് വീഡിയോ ചെയ്തിട്ട് ആ ലോങ് വീഡിയോ അങ്ങനെ പോയാലും 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഒക്കെ പേര് കാണുമ്പോഴാണ് നല്ല രീതിയിൽ പൈസ കിട്ടുക. ഇല്ലയെന്നൊന്നും നമ്മൾ പറയില്ല. പിന്നെ നമുക്ക് ലോങ് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് കുറെ പേര് യാത്ര പോകണം, നമുക്ക് കുക്ക് ചെയ്യണം, M4Tech ഒക്കെ കണ്ട ഓരോരോ പരീക്ഷണങ്ങൾ, കുക്കിംഗ് ചെയ്യണം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അങ്ങനെയൊന്നും ചെയ്യാനുള്ള സാമ്പത്തിക സത്യത്തില് സാമ്പത്തികമല്ല, അതിനൊക്കെ സാമ്പത്തികമില്ല, പിന്നെ സെറ്റപ്പും ഇല്ല. രണ്ടും പറയാം. പിന്നെ നേരെ തിരിച്ചമറിച്ച് കൂടുതൽ വരുമാനം കിട്ടാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നത് എല്ലാ ഷോർട്ട് വീഡിയോയും 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം 1 കോടി 2 കോടി ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ നേരെ താഴെ കണ്ട് ലോങ് വീഡിയോ ഇടുന്ന അത്ര പൈസ കിട്ടില്ല. എന്നാൽ പോലും അതിൻ്റെ താഴെ കണ്ട് നമുക്ക് കിട്ടും. അപ്പം ഇപ്പം നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 2.5 കൊല്ലം കഴിഞ്ഞില്ല. 2.5 കൊല്ലം കഴിഞ്ഞ് നമുക്ക് 9ാം മാസത്തിൽ മോണിറ്റേഷനായി. അപ്പോൾ ബാക്കിയുള്ള ഈ 1.5 കൊല്ലത്തിൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. വരുമാനം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ളത് പറയും. ഇതിനെക്കൊണ്ട് നമ്മുടെ ചാനലിൽ വല്ല ദോഷം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. ഇപ്പം മൊത്തത്തിൽ പറയേണ്ട ഒരു അവസ്ഥ ഇതുകൊണ്ട് പറയണിട്ടാ. എല്ലാവരും തെറ്റിദ്ധാരണ കമൻറ്റ് ഇടുന്നവരെ മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടുന്നുണ്ട്, 60,000 70,000 ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ പറയണത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആണ് നമുക്ക് ഇത് കിട്ടാത്തത്. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ടോപ്പ് തുടക്കകാലത്ത് ഏറ്റവും ടോപ്പ് കിട്ടിയില്ല. നമുക്ക് 34,000 40 37 അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്ക് വന്നു, പിന്നെ അതിൻ്റെ താഴേക്ക് വന്നു, പിന്നെ അതിൻ്റെ താഴേക്ക് വന്നു. ഇപ്പോൾ മൊത്തത്തിൽ യൂട്യൂബിൽ എല്ലാവർക്കും വളരെയധികം റീച്ച് കുറവാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, നമ്മൾ ലോങ് വീഡിയോ ചെയ്യാണ്ട് ഷോർട്ട് വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥക്ക് ഇതാണ്. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊരു ജോലിയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ $100 എന്ന് പറയുന്നത് ഇപ്പോൾ 9,000 ചില്ലറ രൂപയുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു സംഭവമാണ്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് എത്ര ആയാൽ പോലും അത് ഭയങ്കര വലിയ സംഭവമാണ്. പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഈ 1.5 കൊല്ലം കിട്ടിയ കാശൊക്കെ എന്ത് ചെയ്തു? അപ്പൊ ഞങ്ങൾ പറയാല്ലേ, ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയാ, ഒരു 3-4 ലക്ഷത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നു.
അത് ഞങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങള് കുറച്ച് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മൾ ആഡംബരം ഒന്നും കാണിക്കാണ്ട് നമ്മളിപ്പോ ഒരു എന്താ പറയാ 10,000 രൂപ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ 9,000 രൂപ നമ്മൾ കടം വിട്ടു. 1,000 രൂപ കൊണ്ടുള്ള കളികളെ നമ്മൾ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ച് ഈ പറഞ്ഞ പോലെ 5-4 ലക്ഷം 5 ലക്ഷത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് കടം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കും, അത് വേറെ കഥകളെന്ന് വെച്ചാൽ അനാവശ്യമായി ചെലവാക്കിയിട്ടല്ല. അപ്പോൾ ആ കഥ നമ്മൾ പറയുന്നില്ല, കഥ പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 5 ലക്ഷം ഉണ്ടായിരുന്ന കടം നമുക്ക് ഇപ്പോൾ ചുരുങ്ങിയത് ഒരു 10,75,000 ആയിണ്ട്. 75,000ഓളം നമുക്ക് ആയി. അതായത് ഈ 1.5 കൊല്ലത്തെ നമ്മുടെ യൂട്യൂബ് വരുമാനം, പിന്നെ നമ്മൾ ജോലിക്ക് പോണ കാശും കൂട്ടിയിട്ട് പിന്നെ ഒന്ന് രണ്ടല്ല 10-15 പ്രൊമോഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നു. ഇനി നമുക്ക് എന്താ പറയുക, കൂടുതൽ വ്യൂസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ച പോലെ നമുക്ക് ഒരുപാട് പൈസ കിട്ടുകയാണെങ്കിൽ നമ്മൾ വ്യൂസ് അല്ല, നിങ്ങൾക്ക് ഇത്ര സബ്സ്ക്രൈബർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഈ വീട്ടിൽ തന്നെ താമസം? അത് ഞങ്ങൾക്ക് പണ്ടും വന്നിരുന്നു. അതായത് ഞങ്ങൾ തൊട്ടപ്പുറത്ത് അമ്മായിര് വീട്ടിൽ വീഡിയോ എടുക്കായിരുന്നു. അപ്പൊ ഞങ്ങളുടെ റെഡിക്കുള്ള വീട് അതും ഇത് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ഇതാണെന്നുള്ള കുറച്ച് തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സത്യം. ഇത് ഞങ്ങളുടെ അവസ്ഥ മാത്രമല്ല, മറ്റുള്ളവരവസ്ഥയാണ്. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും. യൂട്യൂബിനെ കളിയാക്കുക ഒന്നല്ല, യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാശ് കൊണ്ട് രക്ഷപ്പെട്ടാണ് ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ. യൂട്യൂബിനെ ഒരിക്കലും കളിയാക്കിയ പിടിക്കുക ഒന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് 2 മാസമൊക്കെ കൂടുമ്പോഴാണ് വരുമാനം കിട്ടുന്നത്. നമുക്ക് ഒരു 3 മാസം മുമ്പ് വരെ നമുക്ക് ഈ 1.5 കൊല്ലത്തിന്റെ ഉള്ളിൽ എല്ലാ മാസം കറക്റ്റായിട്ട് വരുമാനം കിട്ടും. $100 $120 $130 $140 അങ്ങനെയൊക്കെ നമുക്ക് എത്തിയിരുന്നു. ഇപ്പൊ 2 മാസം 3 മാസമായിണ്ട്. ഇപ്പൊ 2 മാസം കൂടുമ്പോഴേ അത് യൂട്യൂബിന്റെ ഭാഗത്തുള്ള ഒരു ഇതാന്ന് പറയുന്നത്. അതായത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. 10 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളവരും 5 ലക്ഷം നിങ്ങളൊരു കാര്യം, വലിയ കോടികള് വ്യൂസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, 1 കോടി 2 കോടി അല്ല സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർ, അവരെ ചാനൽ പോയി നോക്കി കഴിഞ്ഞാൽ 10 ലക്ഷം വ്യൂസ് 5 ലക്ഷം വ്യൂസ്. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വരുമാനം ഇപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ തൊടാണ്ട് സത്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ വരുമാനം നമുക്ക് കിട്ടുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഈ വീട് നന്നാക്കണമെന്നും പിടിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്, വെക്കണമെന്നും. അതിനുള്ള സാമ്പത്തികം നമുക്ക് ഈ ഇതിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ ഞാനൊരാളാണ് ജോലിക്ക് പോണത്, മേസ്തിരിപ്പണിയാണ്. ഭാര്യ ഒന്നിനും പോണില്ല. പിന്നെ 2 മക്കളുണ്ട്. മോൻ +2 കഴിഞ്ഞു, മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അവരെ പഠിപ്പ് ചെലവ്, കാര്യങ്ങൾ, കേബിള്, TV, കറണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് പിന്നെ ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നമ്മൾ നോക്കിയിട്ട് ഒരു വീട് മേടിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു വാടകയ്ക്കൊക്കെ പോകാൻ അത് നടക്കണ കാര്യമില്ല. കാരണം ഇപ്പൊ തന്നെ കളി ഞങ്ങൾക്ക് പണ്ടത്തെ കിട്ടിയ പൈസ ഒന്നും ഇപ്പൊ കിട്ടണി. 2 മാസം കൂടുമ്പോഴേക്കും വരും. അപ്പൊ നമ്മളൊരു വാടകയ്ക്ക്, നിങ്ങളൊരു വാടകയ്ക്ക് പോയിക്കൂടെ, വീട്ടിൽ നല്ലൊരു വാടകയ്ക്ക് ഒരു 10,000 രൂപ വാടകയ്ക്ക് പോയാൽ ചിലപ്പോൾ നമ്മൾ ഈ വരുമാനത്തിന്റെ ഇതിലാണ് നമ്മൾ പോകണം നിൽക്കുക. ഏതെങ്കിലും ഒരു മാസം ചേട്ടനും പണിയില്ല, വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. കാരണം ആ വാടക കൊടുക്കാൻ നമ്മളെ കൊണ്ട് അല്ലെ. നമുക്ക് എന്താ പറയാ, കുറെ കൊളാബറേഷൻ വീഡിയോകൾ അല്ല മറ്റേ പ്രമോഷൻ വീഡിയോകൾ വരുന്നത് നമ്മുടെ വീടും സാഹചര്യം കണ്ടിട്ട് ഇങ്ങനെ തെന്നിമാറി പോണ്ട്, വീടും കാര്യങ്ങളൊന്നും. അപ്പൊ എല്ലാരും കാണുന്നത് 5.25 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്, വീഡിയോ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ തെറ്റിദ്ധാരണ, പിന്നെ പിന്നെ കുറേ പേര് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. യൂട്യൂബിൽ 1000 വ്യൂസ് കിട്ടിയാൽ 500 രൂപ കിട്ടും, അല്ല 440 രൂപ കിട്ടും. അപ്പോൾ 2000 വ്യൂസിന് 50 രൂപ. അതൊക്കെ വെറും വെറുതെ ഒന്നറിയാണ്ട് കിടന്ന് പറയുന്നതാണ്. 5-6 വീഡിയോ മേടിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് സത്യം. ഇതിപ്പോ വലിയ നമ്മുടെ കുറെ കൂട്ടുകാരന്മാരായിട്ടുള്ള യൂട്യൂബർമാരുണ്ട്, വലിയ യൂട്യൂബർമാര്. അവർക്കൊക്കെ ഇതിന്റെ അവസ്ഥ അവരൊന്നും ഇങ്ങനെ പറയണില്ല എന്നുള്ളു. അപ്പൊ നമുക്ക് കുലുമാല് അവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ട്, ഞങ്ങൾക്ക് റീച്ച് കുറവാണ്. പിന്നെ കുറെ പേര് നോണ പറയും, ഏത് ഞങ്ങൾക്ക് 1.5 ലക്ഷം കിട്ടുന്നുണ്ട്, 2 ലക്ഷം. അതൊന്നും നമുക്കറിയില്ല. നമുക്കത് കിട്ടുന്നില്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റുകളായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളായിട്ടും വന്നത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനെ ചൊല്ലി നമുക്ക് യൂട്യൂബിൽ നിന്ന് വല്ല എന്താ പറയുക, ഇങ്ങനെ വരുമാനം പറഞ്ഞതിന് വല്ല
പ്രശ്നങ്ങളുണ്ടോന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പറയണം, വെളിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട്. ഒരു കമന്റ് അല്ല, ഒരുപാട് കമന്റുകളും പിന്നെ നമ്മുടെ വീടിന് ചുറ്റിപ്പറ്റത്തുള്ള പ്രശ്നങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറെ ആനുകൂല്യങ്ങളൊക്കെ തട്ടിത്തെറിച്ച് പോണത് ഇതുകൊണ്ടാന്ന് തോന്നുന്നു. ഇത് വല്ല ആൾക്കാരൊക്കെ കാണാൻ ഇതൊക്കെയാണ് സത്യാവസ്ഥ. അപ്പൊ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, ഞങ്ങൾക്ക് ഈ ഒരു വീടില്ല. അപ്പൊ അതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ നമ്മള് വീഡിയോ വലിച്ചു നീട്ടി പോകുന്നില്ല. നല്ലൊരു വീടൊക്കെ വെക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അത് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും അല്ലേ? സാധിക്കും. യൂട്യൂബും സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ വീഡിയോ ഇനിയും ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പോൾ എല്ലാം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇത്രയൊക്കെ വരുമാനം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തെറ്റിദ്ധാരണ മാറിയെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മെയിൻ ആള് വന്ന് വീഡിയോ അവസാനിക്കാന്ന് പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ പറയാട്ടോ, അതും കൂടി പറയാം. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ കുറെ പേര് ഞങ്ങളുടെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് യൂട്യൂബിൽ അത് ഇത് വീഡിയോ പറ്റിയത് തേങ്ങ വാങ്ങാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ പൊടിമോള് നമ്മളപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ. താങ്ക് യു.